ഓഡിയൻസിന് അറിയില്ലടാ, ഈ സിറ്റി നടക്കണമെങ്കിൽ സിറ്റി നടക്കണ കാര്യം കറക്റ്റ് അറിയണമെങ്കിൽ സിറ്റി കളിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അല്ല ഞാൻ പറയട്ടെ, ഇവന്മാർക്ക് ഇത് തിരിച്ച് റീമാർക്കറ്റ് ചെയ്യാനൊക്കെ പേജുകളുണ്ട്, മനസ്സിലായ. നമ്മള് റീസെന്റ് ആയിട്ട് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഇതേമാതിരി മാർക്കറ്റിംഗ് സൈഡോ അല്ലെങ്കിൽ ഇതേമാതിരി തിരിച്ച് റീമാർക്കറ്റ് ചെയ്യാനൊന്നും നമ്മുടെ അടുത്ത് പ്രോപ്പർ ആയിട്ട് നല്ല പേജുകളൊന്നും ഇല്ല. ഇവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ നല്ലൊരു മീഡിയ വിങ് ഉണ്ട്. ഇത് ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് അവിടെ ഇറങ്ങും. അത് 50,000 1 ലക്ഷം ആൾക്കാരൊക്കെയാണ് വാച്ചിങ്. ഇവരൊക്കെ കണ്ണിലെന്താ, നമ്മൾ പോയി സിറ്റുവേഷൻ പിടിച്ചു, നമ്മൾ പോയി ഇതാക്കി എന്നുള്ള. ഈ 1 ലക്ഷം ആൾക്കാരും കാണുമ്പോ ഈ ലൈവിലിരുന്ന് 2000 1500 ആൾക്കാരും കാണുന്ന പോലെയല്ല. പുറത്തിരുന്ന് 2000 അല്ല, പുറത്തിരുന്ന് 1 ലക്ഷം 1.5 ലക്ഷം ആൾക്കാർ കാണുമ്പോ അവരെ വിചാരം MRC ഇന്റൻഷനലി പോയാണ്ട് അവർക്ക് കറക്റ്റ് അറിയില്ല ശരിക്കും പറഞ്ഞ. ഈ കളിക്കണ ഈ സിറ്റിയിൽ കളിക്കുമ്പോ അറിയാതെ എന്താ സംഭവം, ശരിക്കും ആക്ച്വലി എന്താ നടക്കുന്നത്, എന്താ പ്രശ്നം. പുറത്തുനിന്ന് കാണുന്നത് ജസ്റ്റ് കട്ട്സ് ഇതൊക്കെ കാണുന്നുള്ളൂ, മനസ്സിലായി. നമ്മളെല്ലാരും വിലയിരുത്തുമ്പോ ഈ ഓഡിയൻസ് കൂടുതലുള്ള ആൾക്കാരെല്ലാരും നമ്മൾ തെറ്റുകാരാന്ന് വിചാരിക്കും. ജെജെയുടെ അടുത്തൊക്കെ വന്ന അതാണ് നമ്മളെല്ലാരും കേറാൻ. ജെജെന്ന് ഒരു വള്ളിക്കും ശരിക്കും പറഞ്ഞാൽ സിറ്റിയിൽ എന്താ നടക്കണമെങ്കിൽ സിറ്റി കളിക്കണം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഓഡിയൻസിന് അതേ മനസ്സിലാവുള്ളൂ. അവിടെ സിറ്റി കളിക്കുന്ന പ്ലേയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം എന്താ സംഭവിക്കുന്നത് ശരിക്കും. പിന്നെ ഞാൻ പറയട്ടെ, ലിറ്ററലി നമ്മളെ ഓഡിയൻസിനെ ഇതേമാതിരി ബ്രെയിൻ ഇല്ലാത്തവരാണ്, ഇതേമാതിരി ഐഡിയകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മോക്കിംഗ് വേ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതേപോലത്തെ ആൾക്കാർ അവിടെ ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് MRC അല്ല TVനെ അടിക്കണം. ഇത് ആരെങ്കിലും ഒന്ന് ഷെയ്ക്കിന് അയച്ചു കൊടുക്കാറുള്ള ഒരു ഇച്ചിമുള്ളി ഒരു വോയിസ് ഉണ്ട്. ഇതേപോലെ മുമ്പൊരു സാധനം ഉണ്ടായിനെ, മോശം പറഞ്ഞാലുണ്ടല്ലോ തൊപ്പി നിന്നെ വലിച്ചിട്ട് ആട്ടിക്കും തൊപ്പി എന്നൊക്കെ പറഞ്ഞാണ്ട് അന്ന് TV ഓഡിയൻസിന്. എടാ ഇത് അവിടെ മാത്രല്ല, എല്ലായിടത്തും ഉണ്ട്. ഓഡിയൻസിൽ ചെറുതോരും വലിയവരും എല്ലാരും ഉണ്ടാവും, മനസ്സിലായ. എനിക്കറിയില്ല, പറയണതിനൊക്കെ ഒരു പരിധിയില്ലേ. ഒരു മനുഷ്യനെ എത്രയെന്ന് എഴുതിയിട്ടാ ക്ഷമിക്കുക. നിന്റെ DML ഒക്കെ ഒരു പയ്യൻ വന്നിട്ട് നിന്നെ തുപ്പിക്കളയുന്നൊക്കെ, നിന്നെ വീട്ടിൽ വന്ന് തുപ്പും, നിന്നെ പണി കളയടാ. അതെനിക്ക് ഇപ്പൊ കിട്ടി. ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് എന്നെ പണ്ണും. നീ അതിന്റെ വീട് ഇവിടെ തിരുവനന്തപുരം അല്ല പട്ടിച്ചായാലും ആ പറഞ്ഞ ഞാൻ ഇതൊക്കെയാണ് എൻസിഎമ്മില്. നിന്റെ അച്ഛനെ എനിക്ക് അറിയാൻ പോയി മോനെ. അങ്ങനെയൊക്കെ അല്ലേ ചക്കമായി താഴെ കുനിഞ്ഞു നോക്കണം, കാരണം അത്രയൊക്കെ കാണത്തുള്ളൂ. എടാ അതല്ലേ MRC താൻ ചോദിക്കുന്നത്, മയില് നീ ഗ്യാങ് കയറി ഊമ്പിക്കാനില്ലടാ വണ്ടി പണിത് കൊടുത്തത്, മനപ്പൂർവ്വം ഊമ്പിച്ചല്ലടാ, ഇതൊക്കെയാണ് ചോദിക്കുന്നത് എന്റെ അടുത്ത് വന്നിട്ട്. എനിക്ക് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഒരു പയ്യൻ DM ഇടും, മാരി ബിലാൽ ചാർലി ഇവർ നിന്നെ ഊമ്പിക്കും വൺ ഡേ. മുടങ്ങാതെ മെസ്സേജ് അയക്കും. എന്നിട്ട് എല്ലാ ദിവസവും എന്നിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ വാറടിച്ചപ്പോ ഒരു ഏതെങ്കിലും ഗ്യാങ്ങോട്ട് വാറടിച്ച് ജയിച്ചാ ഒന്നും അനങ്ങൂലേ, ഏതെങ്കിലും ഒരു ഇനിഷ്യലോ പ്രിവാർ തോറ്റി അപ്പൊ വരും, ഞാൻ പറഞ്ഞില്ലേ വൺ ഡേ, അതാണ് ഈ ഡേ. ശരി, ജയിച്ചാ വരില്ല, തോറ്റി അപ്പൊ വരും. ഇന്നലെ വന്നായിരുന്നു. എനിക്ക് ബിലാലിന്റെ വരും. ബിലാല് അറിയാലോ, ഹെൽഫെയർ ഉള്ളതാണ്, നിങ്ങളെ ഓമ്പിക്കും. അവന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവനൊന്ന് മാറ്റാമോ ലൈനപ്പ്, അവനെ കൊണ്ട് ലൈനപ്പ് ഇടിപ്പിക്കരുത്. അവ പറയണ നീ വന്നില്ലെങ്കിൽ മുമ്പേ പറയണം. അല്ല, ബിലാലിനെ കൊണ്ട് ലൈനപ്പ് ഇടിപ്പിക്കരുത്. അത് മാത്രല്ലടാ, അങ്ങനെയൊക്കെ തെറിയൊക്കെ അത്രയും തെറി പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചേ. അപ്പൊ പ്ലീസ് ബ്രോ വിളിക്കല്ലേ, അമ്മ വായിക്കും അറിയും, സൗണ്ട് ഇടാൻ പറ്റില്ല. പ്ലീസ് ബ്രോ വിളിക്കല്ലേ, നോ വിളിക്കല്ലേ. വിളിച്ചോട്ട് എന്തെങ്കിലും 2 പറഞ്ഞ ഇല്ല പ്ലീസ്, പ്ലീസ്. ഇതൊക്കെയാണ് പ്രശ്നം. റാംബോ പോയാ? റാംബോ ഹലോ. അല്ല, റാംബോ യാത്രയിലാണ്. ഹലോ പറയൂ, എന്താണ് പറയാനുള്ളത്? ഓ ഒരു മിനിറ്റ്, ശ്വാസം നീട്ടി വലിക്കുന്നുണ്ട്. ഷേഖിന്റെ വീട്ടിൽ ആളെത്തിയെന്നാണ്. നീ വണ്ടി പണിത് ഊമ്പിച്ചെന്ന് ഒരേ 7ാം ക്ലാസ്സിലുള്ള വണ്ടി പണിത് ഊമ്പിച്ചെന്നൊക്കെ. ഹലോ, റാംബോ പറ. എന്തായിരുന്നു? എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ നമുക്ക് വണ്ടിയുടെ കാര്യം പറഞ്ഞ പിന്നെ കൂടുതൽ ഡ്രാഗ് ചെയ്ത് ഇതാക്കണ്ട. വേറെ ഒന്നും പറയാനൊന്നും ഉണ്ട്. വേറെ സിറ്റിയിലെ സിറ്റുവേഷൻ സിറ്റി തീർക്കാം. പിന്നെ എനിക്ക് ആകെ ഒരു കേൾക്കാൻ പറ്റുവാണെങ്കിൽ
എനിക്കാകെ ഒരേ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ. ഇപ്പൊ ഞാൻ അവസാനം ചെയ്ത ലൈവിന്റെ അടിയിലായാലും കുറെ കമന്റ് കണ്ട് എന്തോന്ന് ലീവ് ലീഡർ പൊസിഷൻ ഈഗിളിനെയും ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈഗിളിനെ ഒന്നും പറയാത്തത്. മിനിങ്ങാന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും ഞാൻ വിളിച്ചിട്ട് ലീഡറിന്റെ അടുത്ത് റെസ്പെക്ട് എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ എന്റെ അവസാനത്തെ ലൈവ് എടുത്ത് നോക്കി അറിയാം. അതിന്റെ താഴെ കമന്റ് ഉണ്ട്. എനിക്ക് ഈ കമന്റ് ഇടുന്നവന്മാരടുത്തും അങ്ങനെ ചിന്തിക്കുന്നവരടുത്തും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി ആയിട്ട് കാണുക. മനസ്സിലായ? നിങ്ങൾ അല്ലാതെ ഇവിടെ ചെന്നിട്ട് അവരെ ഇൻബോക്സിൽ ചെന്നിട്ട് ഗെയിമിന്റെ അകത്തുള്ള കാര്യത്തിന് അവരെ ഇൻബോക്സിൽ പോയി അവരെ തെറി വിളിക്കുക, അവരുടെ അടുത്ത് അതിനുള്ള പകരം വീട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. തൂമ്പിത്തരങ്ങൾ കാണിക്കാതിരിക്കുക. മനസ്സിലായ? അങ്ങനത്തെ ഞാൻ അവരെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലിരിക്കുന്നവരെ പറയുക, അവരെ വീട്ടിലിരിക്കുന്നവരെ പറയുക, ഇങ്ങനെയുള്ള ഊമ്പിത്തരങ്ങൾ ദയവ് ചെയ്ത് കാണിക്കരുത്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫാൻ ബേസും ഇപ്പൊ MRC GTക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്, അത് കണക്ക് തന്നെ വർഷങ്ങളായിട്ട് കളിക്കുന്ന അവർക്ക് ഫാൻ ബേസ് ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സംവാദങ്ങളും കാര്യങ്ങളൊക്കെ ആവാടാ. പക്ഷെ അത് പേഴ്സണലി ഒരാളെ വിളിച്ചിട്ട് പോയി ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ പറയാനോ അതിനൊന്നും നിൽക്കല്ല. മനസ്സിലായ? അത് മാത്രമേ എനിക്ക് എല്ലാവരുടെ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, എന്നെ ആരും പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? നമ്മളെല്ലാരും ഒറ്റയ്ക്കാണ് വന്നത്, പോകുമ്പോഴും അതേ കണക്കായിരിക്കും. പിന്നെ അതുകൊണ്ട് അവരെ പേടി ഇവരെ പേടി അവരെ പേടിയായതുകൊണ്ടാണ് സംസാരിക്കുന്നത്. പേടിയില്ല, ഒരു അണ്ടിയില്ല. എനിക്ക് പേടി ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കുണ്ണേ എനിക്ക് പേടിയില്ല. അതെല്ലാരും അങ്ങനെ തന്നെ ആയിരുന്നാ മതി. അല്ല നമ്മൾ ഒരുത്തനെ പേടിച്ചിട്ട് ഒരു പറയും ചെയ്യേണ്ട കാര്യമില്ല. ഒരുത്തൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ഇത് മാറ്റി പറയേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. സിറ്റിയിലുള്ള കാര്യങ്ങൾ സിറ്റി തീർക്കും, എല്ലാരും അതേ കണക്കായിരിക്കും. സിറ്റിയിലുള്ള കാര്യങ്ങൾ സിറ്റി തീർക്കും. ദയവ് ചെയ്ത് പുറത്ത് അത് ഹേറ്റും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുത്ത് പുറത്ത് വലിയ അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ ഇന്നാ പോലും ഇവന്മാരൊന്നും പറയണതിന്റെ 100-ലൊന്നും പറയണില്ല. മനസ്സിലായ? നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ മിനിങ്ങാന്ന് സിറ്റിയിൽ ആ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി അവിടെ ചെന്ന ഉടനെ എന്നെ വിളിച്ചത് പട്ടി, നീ കുരയ്ക്കാതെ മാറി നിൽട പട്ടി എന്നൊക്കെയാണ് എന്നെ വിളിച്ചത്. നീ കുരയ്ക്കാതെ മാറിയില്ല പട്ടി. കാരണം ഇവന്മാർക്ക് അന്ന് സിറ്റുവേഷൻ എടുക്കണം. ഇവന്മാർക്ക് സിറ്റുവേഷൻ എടുത്താലേ പറ്റുള്ളൂ. അണ്ടിയുടെ ഇടയിൽ തരിപ്പ് മൂത്തിരിക്കുകയാണ്. അപ്പൊ എടുക്കട്ടെ, നമ്മളെ വാറടിച്ച് തോപ്പിക്കണോ? ഫ്രീ വാർ അടിച്ച് തോപ്പിക്കണോ? അടിച്ച് തോപ്പിച്ചിട്ട് പോടാ. ഫ്രീ വാറും പറയും, എന്ത് മൈരുവാണെങ്കിലും അടിച്ച് തോപ്പിച്ചിട്ട് പോ. ഇന്നുകൊണ്ട് ലോകം അവസാനിക്കണമെന്നും ഇല്ലല്ലോ. അതേ സാമാനങ്ങള് ആരെയൊക്കെ കയ്യിൽ എല്ലാത്തിനും സാമാനങ്ങൾ തന്നെയാണ് നമ്മളെ കയ്യിൽ ഇരിക്കണത്. അല്ല, ഇവന്മാരെ എല്ലാവരുടെ കയ്യിൽ ഇരിക്കണ ഈ ഫാൻസിനൊന്നും അറിയാത്തതാണോ അതോ മനസ്സിലാക്കാത്തതാണോ? ആലോചിച്ച് നോക്കണം. ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണ്. മനസ്സിലല്ലേ? ഇല്ലില്ല, അവര് കാണുന്നുള്ള അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് സിറ്റി കളിക്കുന്നില്ല. ഈ കാണുന്നൊരു ഇപ്പം ഇവരുടെ ഓഡിയൻസിൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാരും സിറ്റി വന്ന് കളിക്കുന്നില്ലല്ലോ. ആക്ച്വലി അവർക്ക് ഇത് കാണുന്നല്ലേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. അവർ പറഞ്ഞു കൊടുക്കുന്ന ഇവർക്ക് അറിയുള്ളൂ. അല്ല അവരുടെ സ്ട്രീമിൽ കാണുന്ന എന്താണോ അത് അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇല്ലില്ല, പറ്റത്തില്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇനി വേറൊരു സാധനം കൂടി പറഞ്ഞുതരാം. ഇനിയിപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ നടക്കാൻ പോണ എന്തൊക്കെയാ? കുറച്ച് ആൾക്കാർ OC കാര്യങ്ങൾ ഇതേമാതിരി ലൈവിലൊക്കെ വന്ന് കാണിക്കും, അല്ലെങ്കിൽ ഇതേമാതിരി പുറത്ത് വേറെ ഏതെങ്കിലും പേജിലൊക്കെ വരും. അതില് ഞാൻ പറഞ്ഞില്ലേ, ഇതേമാതിരി വരാൻ ചാൻസ് ഉള്ള നല്ലൊരു സാധനമാണ്. മറ്റേ ലക്സി ഗെയിമിങ്ങിന് ഇതേമാതിരി ഒരു കുണ്ണാന്ന് പറയുന്ന ഒരു വോയിസ് ഉണ്ട് മുമ്പ്. ആ സാധനം ഞാൻ ആ പെൺകുട്ടിനോട് സംസാരിച്ച് സോൾവ് ചെയ്ത് ആ കുട്ടിക്ക് ഒരു ഇഷ്യൂ ഇല്ലാത്ത കേസാണ്. അതിന്റെ പേരിൽ ഒരു പെർമനന്റ് ബാനോ ഒരു അണ്ടി എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഇൻഡെഫിനിറ്റോ ഒന്നും എനിക്ക് കിട്ടൂല. കാരണം അത് ഓൾറെഡി ഞാൻ ആ സെർവറിന്റെ ഓണേഴ്സിനോട് ഞാൻ സംസാരിച്ചതാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിന്റെ പേര് കുണ്ണാന്നുള്ള വേർഡ് സെർവറിൽ പോലും ബാനല്ല. പിന്നെ അത് തൂക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഊമ്പിക്കോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൈരാളെ, മനസ്സിലായോ? ഞാൻ ഇഞ്ഞും വിളിക്കും ചിലപ്പോ കുണ്ണാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ കുട്ടിക്കില്ലാത്ത ഇടങ്ങേറൊന്നും ഒരു കുണ്ണാക്കും വേണ്ട. മനസ്സിലായ? ഞാൻ സംസാരിച്ച് സോൾവ് ആക്കിയത് ഒരു പൂറിയാളോ അത് പൊക്കിങ്ങാണ്ട് ഇവിടെ വരാൻ നിൽക്കണ്ട. അത്ര